കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് KSEB അറിയിക്കുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലുണ്ടായ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം. 7 ദിവസത്തേക്ക് നിയന്ത്രണം വേണ്ടിവരും എന്നാണ് KSEBയുടെ അറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഈ രീതിയിൽ വിവിധ ജില്ലകളിൽ വിവിധ ഇടങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം വേണമെങ്കിൽ അത് കാര്യമായ തകരാർ തന്നെയാണ്. അതിനെക്കുറിച്ച് KSEB കൃത്യമായി വിശദീകരണം നൽകുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയായിരിക്കും ഈ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ടോ? പ്രശ്ന സാങ്കേതിക തകരാർ മൂലം മലബാർ ഒഴികെയുള്ള വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ വൈദ്യുതി തടസ്സമുണ്ടാകും. ഭാഗികമായ വൈദ്യുതി തടസ്സം അടുത്ത 4 ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് KSEB അറിയിക്കുന്നത്. KSEB പറയുന്നതനുസരിച്ച് പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ 3ാമത് നമ്പർ 500 MVA ട്രാൻസ്ഫോമറിന്റെ 220 kV ബുഷിംഗ് തകരാർ സംഭവിച്ചതിനാൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ഈ ട്രാൻസ്ഫോമർ ഷട്ട് ഡൗൺ ചെയ്യുമെന്ന് KSEB അറിയിക്കുന്നു. ഈ തകരാർ പരിഹരിക്കുന്നതിന് 7 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ KSEBയെ അറിയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്നു മുതൽ അടുത്ത 7 ദിവസം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്നാണ് KSEB അറിയിക്കുന്നത്. അതായത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം, അല്ലെങ്കിൽ 15 മുതൽ അരമണിക്കൂർ വരെയുള്ള വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഒരാഴ്ച ആ 4 ജില്ലകളിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന അറിയിപ്പ് KSEB ഔദ്യോഗികമായി നൽകുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.